നമസ്കാരം. ട്രംപിന് ശവക്കുഴി ഒരുക്കി ഇറാൻ. അമേരിക്കയ്ക്കെതിരെ തീമഴ തുപ്പുന്ന യുദ്ധം നടക്കുന്നു. അമേരിക്കൻ സൈനികർക്കായിട്ട് ശവക്കുഴികൾ ഒരുക്കുന്ന ഇറാന്റെ ഒരു സാഹചര്യം. മാത്രമല്ല, ട്രംപിനെയും കുഴിച്ചു മൂടുക എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യം. എല്ലാ എംബസികൾക്കും ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അതായത് ഈ അമേരിക്ക നൽകിയ അന്ത്യശാസനത്തിന് വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിശ്ചയദാർഢ്യം പ്രകടമാക്കുന്നതാണ് ഈ തീരുമാനം എന്ന് തന്നെ പറയാം. ഒറ്റയ്ക്ക് നിന്ന് ലോക വൻശക്തിയെ വെല്ലുവിളിക്കുവാനുള്ള ആ തന്റെ ഇടത്തിന് എന്തായാലും സല്യൂട്ട് നൽകാതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് കൂടി പറയട്ടെ. സംഘർഷമുണ്ടായാൽ കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരെ സംസ്കരിക്കുന്നതിനായിട്ട് ആയിരക്കണക്കിന് ശവകുടീരങ്ങൾ സ്ഥാപിക്കുവാൻ ശേഷിയുള്ള സ്ഥലം ടെഹ്റാനിലെ ബക്ഷത്ത് സഹ്റ സെമിത്തേരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇറാൻ സർക്കാരുമായി ബന്ധമുള്ള മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണിത്. ഇത് അമേരിക്കയെ മാത്രമല്ല മറ്റു ലോകരാജ്യങ്ങളെയും അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടുന്ന യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന, മരിച്ചു വീഴാൻ പോകുന്ന അമേരിക്കൻ സൈനികരെ അടക്കം ചെയ്യുന്നതിനുള്ള ശവക്കുഴികൾ തോണ്ടിയിട്ടിരിക്കുന്നു ഇറാൻ. അമേരിക്ക ഏത് നിമിഷമാണോ ഇറാനെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആക്രമിച്ചാൽ ഏത് രാജ്യത്ത് തമ്പടിച്ചാണോ അമേരിക്കൻ സേന ആക്രമിക്കുന്നത്, ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ആസ്തികളിലും കൂടാതെ അമേരിക്കൻ എംബസികളെയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ നൽകിക്കഴിഞ്ഞു. ജനുവരി 31 വന്ന ഏറ്റവും പുതിയ വാർത്തകളും ഇത് തന്നെയാണ്. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള അലി ലാരിജാനിയാണ് സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം വളരെ വ്യക്തമായി അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയും അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനുശേഷമാണ് തങ്ങളുടെ മണ്ണ് ഇറാനെതിരായി ഉപയോഗിക്കുവാൻ അനുവദിക്കില്ല എന്ന് ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സുന്നി ഷിയ ഭിന്നത, ആ ഭിന്നത മുതലെടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുമെന്നതാണ് അമേരിക്ക കരുതിയിരുന്നത്. എന്നാൽ ആ പണി ഇത്തവണ ഏറ്റില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അറബ് രാജ്യങ്ങളിൽ ചിലതുമായിട്ട് ഇറാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുണ്ടെങ്കിലും ഇറാൻ ഒരു ഇസ്ലാമിക് രാജ്യമാണ് എന്നത് പലപ്പോഴും അമേരിക്ക മറന്നുപോകുന്നു. ജൂതരാജ്യമായിട്ടുള്ള ഇസ്രായേലിന് വേണ്ടിയിട്ട് അവരുടെ അജണ്ട നടപ്പാക്കാനായാണ് യുദ്ധക്കപ്പലും മറ്റു സന്നാഹങ്ങളുമായിട്ട് ഇപ്പോൾ അമേരിക്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം കൃത്യമായി തന്നെ ലോകത്തെ ഇസ്ലാമിക വിശ്വാസികൾക്ക് അറിയുകയും ചെയ്യാം. ഇറാനിലെ പ്രക്ഷോഭകരെ ഭരണകൂടം കൂട്ടക്കൊല ചെയ്യുന്നതിനാലാണ് തങ്ങൾ ഇടപെടുന്നത് എന്ന് പറയുന്ന അമേരിക്ക 1,00,000-ലധികം പലസ്തീനികളെ ഗസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയപ്പോൾ എന്ത് ഇടപെടലാണ് നടത്തിയത് എന്നത് ലോകം കണ്ടിട്ടുള്ളതാണ്. ലോക ചരിത്രത്തിലെ ഭയാനകമായിട്ടുള്ള കൂട്ടക്കുരുതി ഗാസയിൽ നടക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുക മാത്രമല്ല, ഇസ്രായേലിനെ പിന്തുണയ്ക്കുക കൂടിയാണ് അമേരിക്ക അന്ന് ചെയ്തിരുന്നത്. ഇസ്രായേലിന്റെ കൈവശമുള്ള ആയുധങ്ങളിൽ നല്ലൊരു പങ്കും അമേരിക്ക നൽകിയതാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. അതായത് ഇസ്രായേൽ എവിടെ ആക്രമണം നടത്തിയാലും അതിനെ ന്യായീകരിക്കുക മാത്രമല്ല, സംരക്ഷിക്കേണ്ടതും തങ്ങളുടെ ഉത്തരവാദിത്തമായാണ് അമേരിക്കൻ ഭരണകൂടവും ട്രംപും കാണുന്നത്. ഗാസയിൽ മൗനം പാലിച്ചവർക്ക് ഇറാനിൽ ഇടപെടാൻ എന്ത് അവകാശമാണുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത ഡൊണാൾഡ് ട്രംപിനുണ്ട്. ഇസ്രായേൽ ചെയ്തതുപോലെ ഇറാൻ ഭരണകൂടം പരിധി വിട്ട ഒരു അതിക്രമവും ഇതുവരെയും കാണിച്ചിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടത്ത കലാപത്തിന് നേരെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്ത് കലാപശ്രമം ഉണ്ടായാലും ആ രാജ്യത്തെ ഭരണകൂടം എന്താണോ ചെയ്യുക അത് മാത്രം തന്നെയാണ് ഇറാനും ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് UN മനുഷ്യാവകാശ കൗൺസിൽ, ആ മനുഷ്യാവകാശ കൗൺസിൽ ഇന്ത്യ പോലും ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലോകത്ത് തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിൽ മാറ്റമൊന്നുമില്ല. സ്വന്തം ആയുധ വിപണി എപ്പോഴൊക്കെ താഴെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അമേരിക്ക ലോകത്ത് സംഘർഷം വിതച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് സംഘർഷം നിലനിൽക്കേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ്. എന്നാൽ അടുത്ത കാലത്തായിട്ട് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഇറാന്റെ ബന്ധം വളരെ ഊഷ്മളമാണ് എന്നുള്ളതാണ്. ഇതും അമേരിക്കയെ ചൊടിപ്പിച്ച ഒരു ഘടകമാണ്. ഇറാന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ താവളങ്ങളും സന്നാഹങ്ങളും തുടരുന്നത് എന്നുള്ളതാണ്. ഇറാൻ ഈ സുഹൃത് രാജ്യമായാൽ അമേരിക്കയുടെ സംരക്ഷണം പിന്നെ എന്തിനാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് എന്നത് ട്രംപിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തും മുൻപ് തന്നെ ഇറാനെ ആക്രമിച്ച് തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിന് ഇറാൻ ഒരിക്കലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കീഴിൽ ആണവശക്തി ആകരുത് എന്നതും അമേരിക്കയുടെ പ്രഖ്യാപിത അജണ്ടയാണ് എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ 6 മാസം മുൻപ് ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടിരുന്നത്. എന്നാൽ ആ നീക്കം പാളുകയാണ് ഉണ്ടായത്. ഇറാന്റെ
സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയാത്തതിനാൽ ഇത്തവണത്തെ ആക്രമണ ലക്ഷ്യത്തിൽ അതും ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊടുത്തു മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് തിരിച്ചു കിട്ടിയ ശീലം വളരെ കുറവായതാണ് ഈ അഹങ്കാരത്തിനെല്ലാം മൂലകാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനോട് എതിർപ്പുള്ള രാജ്യങ്ങൾ പോലും അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി ഇറാൻ നൽകണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നതാണ്. ഇറാൻ അമേരിക്ക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇസ്രായേലും അതിന്റെ ഭാഗമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചിലപ്പോൾ ചില നാറ്റോ രാജ്യങ്ങളും അമേരിക്കയ്ക്കൊപ്പം കളത്തിലിറങ്ങിയേക്കാം. അപ്പോൾ ഈ സാധ്യത എല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് ഇറാനും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. വിജയ പരാജയങ്ങളെക്കാൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ പരിക്കേൽപ്പിക്കുക എന്നത് തന്നെയാണ് ഇറാന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇസ്രായേലിന് ഇറാനോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ പറ്റില്ല. 6 മാസം മുൻപ് നടന്ന ഏറ്റുമുട്ടൽ തന്നെ അതിന് ഉദാഹരണമാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും ആദ്യത്തെ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് അമേരിക്കയ്ക്കായിരിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുന്നത് ഇസ്രായേലിനായിരിക്കും ആദ്യം. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങളും വിമാനവാഹിനി കപ്പലുകളും എല്ലാം ആക്രമിക്കപ്പെടുന്നതും ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് നടന്നിരിക്കും. യുദ്ധമുഖത്ത് ഡ്രോണുകൾ പോലും ഹീറോയാകുന്ന പുതിയ കാലമാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയായിട്ടുള്ള ഇറാന്റെ ആവനാഴിയിലും പലതും കാണുമെന്നത് ഉറപ്പാണ്. ഒരേ സമയം ഇറാൻ സൈന്യവും ഹൂതികളും ഹിസ്ബുള്ളയും എല്ലാം കൂടി ആക്രമിച്ചാൽ എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കാൻ മേഖലയിലെ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഒരിക്കലും വിജയം ഏകപക്ഷീയമാകില്ല. സംഘർഷമുണ്ടായാൽ തീർച്ചയായിട്ടും ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ആ രാജ്യത്തെ ബോംബിട്ട് തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞാലും സൈനികരെ അയച്ച് കീഴ്പ്പെടുത്താൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണമെന്ന് പറയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കവചം തന്നെയാണ് ഇറാനെ ചുറ്റപ്പെട്ടിരിക്കുന്നത്. മലകൾ സംരക്ഷണം തീർക്കുന്ന ഇറാനിൽ അമേരിക്കൻ സൈനികർ ഇറങ്ങിയാൽ വിയറ്റ്നാമിൽ സംഭവിച്ചതിന്റെ പുതിയ രൂപമാണ് അവർക്ക് കാണേണ്ടി വരിക. പേർഷ്യൻ പോരാളികളായി അറിയപ്പെടുന്ന ഇറാൻ സൈന്യത്തോടും അവിടുത്തെ ജനങ്ങളുടെ പോരാട്ട വീര്യത്തോടും പിടിച്ചു നിൽക്കാൻ മാസശമ്പളത്തിന് സേവനമനുഷ്ഠിക്കുന്ന അമേരിക്കൻ സൈനികരുടെ വീര്യം പോരാതെ വരും. അപ്പോൾ ഇതൊക്കെ വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അമേരിക്കൻ സൈനിക നേതൃത്വം തന്നെ സ്വന്തം പ്രസിഡന്റായ ട്രംപിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാലുള്ള ഭവിഷ്യത്ത് ഏറ്റവും അധികം അറിയാവുന്നതും ആ സൈനികർക്കാണ്, അതായത് അമേരിക്കൻ സൈനികർക്ക്. ആണവ കേന്ദ്രങ്ങളിൽ കമാൻഡോ റെയ്ഡുകൾ, ഭരണമാറ്റം സാധ്യമാക്കുന്നതിനായിട്ട് നേതൃത്വത്തിനെതിരെയുള്ള ആക്രമണം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സേനയ്ക്കെതിരെയായ പുതിയ ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള സൈനിക ഓപ്ഷനുകളാണ് ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലേത് മാർഗം ട്രംപ് തിരഞ്ഞെടുത്താലും അത് വലിയ സംഘർഷത്തിനാണ് തിരികൊളുത്തുക. ഒരു 3ാം ലോക മഹായുദ്ധത്തിനായിട്ട് ഈ സംഘർഷം മാറിയാൽ പോലും അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം വെനിസ്വേലയല്ല ഇറാൻ, അതുപോലെ തന്നെ നിക്കോളസ് മഡുറയല്ല ആയത്തുള്ള അലി ഖമേനി. ഇത് ട്രംപ് ഓർത്താൽ നല്ലത്. യുദ്ധം സംഭവിച്ചാൽ ഇറാന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും വൻ നാശനഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ലോകത്ത് അമേരിക്കൻ മേധാവിത്വത്തിന് ഏൽക്കുന്ന ആദ്യ അടിയും ഇറാനിൽ നിന്ന് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇറാന്റെ ആണവശേഷിയെ കുറച്ചു കാണിക്കാൻ നടത്തുന്ന ഈ ശ്രമം വലിയ വിപത്ത് വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയുടെ സകല സംവിധാനങ്ങളെയും തകർത്തെറിയുന്ന ആയുധശേഷി ഇറാനുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ അതിൽ ഭയപ്പെടുന്ന അമേരിക്കൻ സൈന്യം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുവാൻ പലവട്ടം ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടും അത് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാനെതിരെ ആക്രമണത്തിന്റെ ആദ്യത്തെ ആയുധം ഉപയോഗിക്കുന്നതിന്റെ അവസാന നിമിഷം ട്രംപ് അടക്കമുള്ളവരെ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന ശേഷിയുമായിട്ടായിരിക്കും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തീതുപ്പുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയ്ക്കെതിരെ തീമഴ തുപ്പുന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ. ട്രംപിനെ അടക്കം ശവക്കുഴി ഒരുക്കി കാത്തിരിക്കുകയാണ് ഇറാനികൾ. ഏതെങ്കിലും ഒരു നിമിഷം ആയുധമുള്ള ഖമേനിക്കെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു ആയുധ വർഷം ഉണ്ടാകുന്നതിന്റെ അടുത്ത നിമിഷം ഈ ശവക്കുഴികളിലേക്ക് അമേരിക്കൻ സൈനികരെ കൊണ്ടു നിറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ആ ശവക്കുഴികളിലേക്ക് ഒന്ന് ട്രംപിന് വേണ്ടി ഇറാനികൾ മാറ്റിവെക്കുകയും ചെയ്യും.